അതിനൊരു റീഓപ്പൺ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗ്രൂപ്പിസം പൂർണ്ണമായും എടുത്തു കളയാൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പരമാവധി ഇപ്പോൾ കെ സുധാകരൻ വന്നപ്പോഴും പിന്നീട് സതീശൻ വന്നപ്പോഴും ഒക്കെ സാധിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഇപ്പോഴും ഗ്രൂപ്പിസം പാർട്ടിക്ക് ഒരു തലവേദനയായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് വയനാട്ടിൽ അങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, വയനാട്ടിൽ അങ്ങനെ ഒരു അല്ല ഗ്രൂപ്പിന്റെ പേരിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ആരെങ്കിലും കൊച്ചു ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടൊരു ഡിഫറൻസ് വരുമ്പോൾ അത് വലിയ വാർത്തയായിട്ട് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയ്ക്ക് ഒരു ചെറിയ ഒരു വിഷയങ്ങൾ പോലും പലപ്പോഴും വലിയ വാർത്തകളായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ ഒരു പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായി കാണുന്നില്ല. അല്ല, എനിക്ക് ആ ആത്മവിശ്വാസമുണ്ട്. ഇനി പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും അതുപോലെ പാർട്ടിയും മറ്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പോകാൻ പറ്റും. പ്രതിപക്ഷത്താണ്. അപ്പോൾ ഞങ്ങൾക്കിടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രതിപക്ഷത്തിലൊരു പാർട്ടിയാണ്. ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുണ്ട്. ആ പാർട്ടിയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട 100 പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കതിനൊരു പ്രാധാന്യം കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വലിയ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് വയനാടിനെ സംബന്ധിച്ച്. ആ പ്രശ്നങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് സമരങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക, എല്ലാവരും ഒറ്റക്കെട്ടായി പാർട്ടിയെ മുമ്പോട്ട് നയിക്കുക. ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് ഒരു സംഘടന നേതൃസ്ഥാനത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അപ്പാപ്പ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അത് പരിഹരിച്ച് തന്നെ മുമ്പോട്ട് പോകും. യെസ്, ശ്രീസക് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയും ഇടയ്ക്കിടെ ഇതിനകത്തൊക്കെ ഇടപെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഈ നടക്കുന്ന സംഘടനാപരമായ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് കടുത്ത അതൃപ്തിയുള്ളതായുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചർച്ചകളിൽ അല്ലെങ്കിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ അവരത് വ്യക്തമാക്കിയിരുന്നു. അല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ സ്വാഭാവികമായിട്ടും നഗരസഭാ ചെയർമാനാണ്. എനിക്ക് എന്താണോ ജോലി അക്കാര്യം ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനത്തിൽ കുറച്ചായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് തരുന്ന എൻ്റെ ചുമതല എന്താണോ ആ ചുമതലയുടെ ഒരു അതിർവരമ്പനകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ്. പാർട്ടി പരിപാടികളിൽ പാർട്ടി കാര്യങ്ങളിലൊക്കെ അവർ താല്പര്യപൂർവ്വം ഇടപെടാറുണ്ടോ ഞാൻ പ്രിയങ്ക? അല്ല, ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അവരുമായി ഇനി ബന്ധപ്പെട്ട് പോകുമ്പോഴല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സംഘടനാ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല, ഒരു ധാരണയില്ല. എന്തായാലും വലിയ ഉത്തരവാദിത്തമാണ്. അങ്ങാണെങ്കിൽ കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനാണ്. ഇപ്പോൾ DCC അധ്യക്ഷ പദവി കൂടി വരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നൊരു മണ്ണാണ്. അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്തായി എന്നൊക്കെയുള്ള കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഈ നഗരസഭ ചെയർമാൻ സ്ഥാനവും DCC അധ്യക്ഷ പദവിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമുണ്ട് അല്ലേ? ഞാനിപ്പോൾ അതുകൊണ്ടോ തീർച്ചയായും ഞാനിപ്പോൾ ഈ മുണ്ടക്കൈ പറഞ്ഞപ്പോഴാണ്. ഞാനിപ്പോൾ ഈ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ ഏതാണ്ട് SKMJ സ്കൂള്, അതുപോലെ തന്നെ നമ്മുടെ NSS സ്കൂള്, സെൻറ്റ് ജോസഫ് സ്കൂൾ, ഇവിടെയൊക്കെ നമ്മളവിടെ റിലീഫ് ക്യാമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ആ ദിവസം തന്നെ അവരെയൊക്കെ മാറ്റി പാർപ്പിച്ചത്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഓപ്പൺ ചെയ്ത ക്യാമ്പ് എന്ന് പറയുന്ന അവരെ SKMJ ഹൈസ്കൂളിലായിരുന്നു. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയർമാൻ എന്ന നിലയിൽ ഞാനൊക്കെ താല്പര്യമെടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭാ ചെയർമാൻ സ്ഥാനവും അതുപോലെ രണ്ടും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ KPCയുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം അക്കാര്യത്തിലെടുക്കും. ഇത് കൊണ്ടുപോകാൻ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ KCUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഇവിടെ. അപ്പോൾ അന്ന് മുതലുള്ള എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ അക്കാര്യത്തെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്കൊരു അന്യമായ ഒന്നല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോഴും ഞാൻ പാർട്ടി കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ പോയിട്ടുള്ളത്.